നമസ്കാരം. വിക്രമാദിത്യൻ കഥകളിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ തവണ ത്യാഗശീലന്റെ കഥയാണല്ലോ പറഞ്ഞത്. ആ കഥയെക്കുറിച്ച് വീണ്ടും എനിക്ക് ധാരാളം മറുപടികളും കമന്റുകളും ഒക്കെ വന്നിട്ടുണ്ട്. ആരാണ് യഥാർത്ഥത്തിലുള്ള ത്യാഗശീലൻ? അതായിരുന്നു വേതാളത്തിന്റെ ചോദ്യം. 5 പേരുടെ മഹൽ ത്യാഗമാണ് നമ്മൾ കണ്ടത്. അതിലെ ഏറ്റവും മഹത്തായ ത്യാഗം ആരുടേതാണ് എന്നായിരുന്നു വേതാളത്തിന്റെ ചോദ്യം. ആ ചോദ്യത്തിന് വിക്രമാദിത്യൻ പറഞ്ഞ ഉത്തരം എന്താണെന്നറിയോ? അല്ലയോ വേതാളമേ, ഈ 5 പേരിൽ വെച്ച് ഏറ്റവും വലിയ ത്യാഗം ചെയ്തത് ആ രാജാവ് തന്നെയാണ്. വേതാളം ചോദിച്ചു, എന്താ കാരണം? കാരണം മറ്റൊന്നുമല്ല, ആ രാജഭടൻ ചെയ്തത് അയാളുടെ കർത്തവ്യമാണ്. തൻ്റെ രാജാവിനെ ജീവൻ പണയം വെച്ചും ത്യാഗം ചെയ്തും രക്ഷിക്കുക എന്നുള്ളത് അയാളുടെ ജോലിയുടെ ഭാഗമാണ്. അതിനാണ് അയാളെ അവിടെ നിയോഗിച്ചിരിക്കുന്നത്. സ്വന്തം ഭർത്താവിനെ അനുസരിക്കുക, ആ ഭർത്താവിന്റെ ഇംഗിതത്തിനനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ധർമ്മപത്നിയായ ഒരു സ്ത്രീയുടെ അവകാശം. അത് തന്നെയാണ് അയാളുടെ ഭാര്യയും ചെയ്തത്. അമ്മയുടെയും അച്ഛൻ്റെയും ആഗ്രഹങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതും അവരെ അനുസരിക്കുക എന്നുള്ളതും മക്കളുടെ കർത്തവ്യമാണ്. അതുകൊണ്ട് അവർ ചെയ്തതും അവരുടെ കടമയാണ്. പക്ഷേ രാജാവ് ചെയ്തത് വലിയൊരു കാര്യമാണ്. തൻ്റെ രാജ്യവും രാജപദവിയും എല്ലാം വെറും ഒരു സേവകനായ ആളെ ഏൽപ്പിച്ചുകൊണ്ട്, എല്ലാം ത്യജിച്ചുകൊണ്ട് സന്യാസത്തിന് പോവുക എന്നുള്ളത് ഒരിക്കലും ആ രാജാവ് ചെയ്യാൻ ബാധ്യസ്ഥനായിട്ടുള്ള അയാളുടെ കടമയേ അല്ല. പക്ഷേ സേവകന്റെ പ്രവൃത്തിയിൽ സന്തോഷം കൊണ്ട് ചെയ്തതാണ്. അതാണ് ഏറ്റവും മഹത്തായ ത്യാഗം. ഈ രാജാവിന്റെ പ്രവൃത്തി ഏറ്റവും വലിയ ത്യാഗമാണെന്ന് എന്നെ എഴുതി അറിയിച്ച, എനിക്ക് മറുപടി തന്ന എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഇനിയും ചോദ്യങ്ങൾക്ക് തെറ്റാതെ മറുപടി തരിക. ഇന്നത്തെ കഥയിലേക്ക് കിടക്കാം. ഓക്കെ, ഇന്നത്തെ കഥ ഒരു സുന്ദരിയായ യുവതിയെക്കുറിച്ചാണ്. പണ്ട് രൂപദേശം എന്ന സ്ഥലത്ത് ഒരു വലിയ അമ്പലം. ആ അമ്പലത്തിലെ ഉത്സവം ആ നാടൊട്ടുക്ക് പ്രസിദ്ധമാണ്. അനേകം ആൾക്കാർ ആ പ്രദേശത്തെ ഉത്സവത്തിന് വന്നുകൂടും. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന അതിമനോഹരമായ കലാപരിപാടികളും മറ്റൊക്കെയുള്ള ഉത്സവം കാണാനായിട്ട് അന്യദേശങ്ങളിൽ നിന്നൊക്കെ ധാരാളം ആൾക്കാർ അവിടെ ഒഴുകിയെത്തും. അന്ന് ആ ഉത്സവത്തിന് പങ്കെടുക്കുകയായിരുന്ന ഒരു ചെറുപ്പക്കാരൻ, അയാള് ഉത്സവത്തിൽ പങ്കെടുക്കാൻ വന്ന അതിലാവണ്യവതിയായ സർവാഭരണ വിഭൂഷിതയായ സുന്ദരിയായ ആ ഒരു പെൺകുട്ടിയെ കണ്ട് മതി മറന്നുപോയി. ഒറ്റ നോട്ടത്തിൽ തന്നെ, പ്രഥമ ദർശനത്തിൽ തന്നെ അവളിൽ അയാൾക്ക് അനുരാഗം ജനിച്ചു. ഈ യുവതിയെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കണം, അവളെ വിവാഹം കഴിക്കണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് അയാൾ പിന്നീട് ജീവിച്ചത്, പിന്നീടുള്ള ദിവസങ്ങൾ കഴിച്ചു കൂട്ടിയത്. അയാൾ അന്ന് കാളിമാതാവിന്റെ മുമ്പിൽ പോയി മനമുരുകി പ്രാർത്ഥിച്ചു. അമ്മേ, ജഗന്മാതാവേ, ലോകമാതാവേ, ഞാൻ കണ്ടെത്തിയ ആ സുന്ദരിയായ പെൺകുട്ടിയെ അവളുടെ അച്ഛനും അമ്മയും സ്വമനസാലെ എനിക്ക് വിവാഹം ചെയ്തു തരികയാണെങ്കിൽ ഞാൻ എൻ്റെ ശിരസ് അമ്മയുടെ കാൽക്കൽ സമർപ്പിക്കാം. വിചിത്രമായ ഒരു പ്രാർത്ഥന അല്ലെ? ഒരാളെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിക്കുക, അയാളെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുക, സ്വന്തമായി കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത നിമിഷം സ്വന്തം തല കാളി മാതാവിന് അർപ്പിക്കാം എന്ന് പ്രാർത്ഥിക്കുക. ഇന്നത്തെ കാലത്ത് ആലോചിച്ച് കഴിഞ്ഞാൽ വളരെ വിചിത്രമായിട്ടുള്ള ഒരു പ്രാർത്ഥന. ആ ഉത്സവ നാളുകളിലെല്ലാം തന്നെ ആ യുവാവ് ഈ യുവതിയുടെ ചുറ്റിപ്പറ്റി തന്നെയായിരുന്നു. അവളെ കുറിച്ച് പറ്റുന്ന എല്ലാ വിശേഷങ്ങളും വിവരങ്ങളും അയാൾ മനസ്സിലാക്കി. 7-ാം ദിവസം ഉത്സവം കഴിഞ്ഞു. ജനക്കൂട്ടമെല്ലാം പിരിഞ്ഞു. കൂട്ടത്തില് ഈ യുവാവിന്റെ ഹൃദയം കവർന്ന യുവതിയും അവളുടെ കൂടെ വന്ന പരിചാരികമാരും എല്ലാം സ്ഥലം വിട്ടു. യുവാവ് വെറുതെ ഇരുന്നില്ല. അയാള് ആ യുവതിയുടെ വീട് അന്വേഷിച്ച് ചെന്ന് അച്ഛനമ്മമാരെ കണ്ട്
ആ പെൺകുട്ടിയെ തനിക്ക് പാണിഗ്രഹണം ചെയ്തു തരണം എന്ന് ആവശ്യപ്പെട്ടു. ദേവിയുടെ അനുഗ്രഹം തന്നെയായിരിക്കാം. ആ അച്ഛനും അമ്മയ്ക്കും സന്തോഷമായി. അവരും അനുയോജ്യനായ ഒരു വരനെ അന്വേഷിച്ചിരിക്കുകയായിരുന്നു. അവര് അധികം താമസിയാതെ തന്നെ ആ ആ സുന്ദരിയായിട്ടുള്ള കുമാരിയെ നമ്മുടെ യുവാവിന് വിവാഹം ചെയ്തു കൊടുത്തു. ആർഭാടമായി തന്നെ വിവാഹമൊക്കെ നടന്നു. അങ്ങനെ തൻ്റെ മനസ്സിൻ്റെ പ്രാണപ്രേയസിയായ കാമുകി ഭാര്യയായി കിട്ടിയ സന്തോഷത്തില് ആ യുവാവ് അവളെയും കൊണ്ട് തിരികെ തൻ്റെ വീട്ടിലേക്ക് വന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ അവളുടെ സഹോദരൻ വിരുന്നിന് കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി ഇവരുടെ വീട്ടിലേക്ക് എത്തി. അങ്ങനെ അന്നത്തെ ആചാരപ്രകാരം അവർ 3 പേരും കൂടി തിരികെ യുവതിയുടെ വീട്ടിലേക്ക് യാത്രയായി. അവർക്ക് പോകേണ്ടത് ആ ദേവീക്ഷേത്രത്തിന് മുമ്പിൽ കൂടെയാണ്. അവിടെ എത്തിയപ്പോഴാണ് നമ്മുടെ കുമാരന് തൻ്റെ പ്രതിജ്ഞ ഓർമ്മ വന്നത്. അയാൾ എന്ത് ചെയ്തു? വേഗം ഭാര്യയോടും ശാല്യനോടും, അതായത് ഭാര്യയുടെ സഹോദരനോടും പറഞ്ഞു, ഞാനൊന്ന് അകത്ത് കയറി തൊഴുതിട്ട് വരാം, നിങ്ങൾ ഇവിടെ നിൽക്കും ഒരു 5 മിനിറ്റ്. അയാൾ അകത്തേക്ക് പോയി. അവിടെ ചെന്ന് ദേവീനെ തൊഴുതു, പ്രാർത്ഥിച്ചു. എൻ്റെ ആഗ്രഹം സഫലീകരിച്ചു തന്ന ദേവിക്ക് ഞാൻ എൻ്റെ പ്രതിജ്ഞ നിറവേറ്റുകയാണെന്ന് പറഞ്ഞുകൊണ്ട് കയ്യിൽ കരുതിയിരുന്ന വാളുപയോഗിച്ച് സ്വന്തം കഴുത്തറുത്തു. കുറച്ചു നേരം പുറത്ത് കാത്തു നിന്നിട്ടും തൻ്റെ അളിയനെ കാണാതിരുന്നപ്പോൾ ഈ ഭാര്യയുടെ സഹോദരന് പരിഭ്രാന്തിയായി. അയാള് അകത്തേക്ക് കയറി ചെന്നു. അകത്തേക്ക് കയറി ചെന്നപ്പോൾ കാണുന്ന കാഴ്ച എന്താ? കാളിമാതാവിന്റെ മുമ്പിൽ ശിരസ് അറുത്ത് മാറ്റപ്പെട്ട നിലയിൽ കിടക്കുന്നു തൻ്റെ സഹോദരി ഭർത്താവ്. അത് കണ്ട് പരിഭ്രാന്തനായ അയാള് ആകെ വിഷമിച്ചും പരിഭ്രമിച്ചും അയാൾ എന്ത് ചെയ്തെന്ന് അറിയോ? ആ പരിഭ്രമത്തില് സ്വന്തം കഴുത്ത് വെട്ടിക്കളഞ്ഞു. കുറച്ചു നേരം അമ്പലത്തിന്റെ പുറത്ത് കാത്തു നിന്ന നമ്മുടെ യുവതി അകത്തേക്ക് പോയ ഭർത്താവിനെയും കാണാനില്ല, അയാളെ തെരഞ്ഞു പോയ സഹോദരനെയും കാണാനില്ല. ഇതെന്ത് പാടപ്പാന്ന് ആലോചിച്ചുകൊണ്ട് അവരും അലറി വിളിച്ചുകൊണ്ട് ആ അമ്പലത്തിനകത്തേക്ക് ഓടിച്ചെന്നപ്പോൾ അവള് കാണുന്ന എന്താ? സ്വന്തം ഭർത്താവും സഹോദരനും തലകൾ വേർപെട്ട് രക്തത്തിൽ കുളിച്ച് അവിടെ കിടക്കുന്നു. വിവാഹം കഴിഞ്ഞിട്ട് 3-4 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോഴേക്കും വിധവയാവേണ്ടി വന്ന ആ സങ്കടവും ദേഷ്യവും മനസ്താപവും കൂടെ തൻ്റെ സ്വന്തം സഹോദരനും മരിച്ചുപോയതിലുള്ള സങ്കടവും ദേഷ്യവും എല്ലാം കൂടി ആ യുവതി ഒരു ഉന്മാദാവസ്ഥയിൽ, ഭ്രാന്തമായ അവസ്ഥയിലേക്ക് എത്തിച്ചു. ഭർത്താവിന്റെ അവിടെ ചോരയെ കുളിച്ചു കിടക്കുന്ന ആ വാള് കയ്യിലെടുത്തിട്ട് ഭഗവതിയെ നോക്കി ഇങ്ങനെ അലറി, എൻ്റെ ഭർത്താവിനെയും എൻ്റെ സഹോദരനെയും നഷ്ടമായിട്ട് പിന്നെ ഞാൻ എന്തിനാ ജീവിക്കണേ, ഞാനിതാ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് വാള് വാങ്ങിയപ്പോ ഭഗവതി പ്രത്യക്ഷപ്പെട്ട് നമ്മുടെ യുവതിയെ തടഞ്ഞു. ഒന്നും പരിഭ്രമിക്കേണ്ട, നിന്റെ ഭർത്താവിൻ്റെ നിന്റെ സഹോദരൻ്റെയും പിന്നെ നിന്നോടുള്ള സ്നേഹവും എന്നോടുള്ള ഭക്തിയിലും ഞാൻ സംപ്രീതിയായിരിക്കുകയാണ്. നിനക്കെന്താ വേണ്ടത്? നിന്റെ ഭർത്താവിനെയും നിന്റെ സഹോദരനെയും ഞാൻ തിരിച്ച് ജീവിപ്പിച്ചു തരാം, ഒന്നും വിഷമിക്കണ്ട, നീ അവരുടെ തലകളും ഉടലുകളും തമ്മിൽ ചേർത്ത് വെച്ചോളൂ. ഉടനെ തന്നെ യുവതി എന്ത് ചെയ്തു? വേഗം 2 പേരുടെയും തലയെടുത്തിട്ട് ഉടലിനോട് ചേർത്ത് വയ്ക്കാൻ ആരംഭിച്ചു. പക്ഷെ ഈ പരിഭ്രമം കാരണം തലകൾ അങ്ങോട്ട് മാറിപ്പോയി. ഭർത്താവിന്റെ ഉടലിനോട് ചേർന്ന് സഹോദരന്റെ തലയും, സഹോദരന്റെ ഉടലിനോട് ചേർന്ന് സ്വന്തം ഭർത്താവിന്റെ തലയുമാണ് ആ യുവതി ചേർത്ത് വെച്ചത്. ആ സമയത്തെ പരിഭ്രമം കൊണ്ട് പറ്റിയത് അബദ്ധമാണ്. ഇത് ചെയ്തു കഴിഞ്ഞതും ദേവി മന്ത്രം ചൊല്ലി 2 പേരും ഉണർന്ന് എഴുന്നേറ്റ് വന്നു. ഇപ്പോ യുവതിയുടെ കാര്യത്തിലൊരു ആശയക്കുഴപ്പമായി. ഇതിലാരാ ഭർത്താവായിട്ട് സ്വീകരിക്കണ്ടേ? ഉടല് മാറിപ്പോയി, തല മാറിപ്പോയി, അല്ലെ? ഇനി എന്ത് ചെയ്യും? ആശയക്കുഴപ്പത്തിലായി നിന്ന യുവതി എന്ത് ചെയ്യണം, ആരെ ഭർത്താവായി സ്വീകരിക്കണം എന്നറിയാതെ വിഷമിച്ചു. ഈ കഥ ഇവിടെ പറഞ്ഞു നിർത്തിയിട്ട് വേതാളം ഇതേ ചോദ്യം വിക്രമാദിത്യനോട് ചോദിച്ചു. അതേ ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ആ യുവതി ഇവരിൽ ആരെയാണ് ഭർത്താവായി സ്വീകരിക്കേണ്ടത്? പറയാമോ? വിക്രമാദിത്യന്റെ ഉത്തരം എന്താണെന്ന് നമുക്ക് അടുത്ത തവണ കാണാം. നിങ്ങളുടെ ഉത്തരം ഒന്ന് കേൾക്കട്ടെ. ആരാണ് ആ യുവതിയുടെ ഭർത്താവാകേണ്ടത്? രസമല്ലേ കഥ? ചെറിയൊരു തമാശയുണ്ട്, അതോടൊപ്പം തന്നെ ചില ഔത്സുക്യങ്ങളുണ്ട്. നിങ്ങളുടെ ഉത്തരം കേൾക്കട്ടെ. അടുത്ത തവണ നമുക്ക് കൃത്യമായ ഉത്തരവായി വരാം. നമസ്കാരം.